ഹായ്, ഹലോ, നമസ്കാരം. സന്ധ്യ സ്പീക്കിങ്ങിലേക്ക് സ്വാഗതം. മാലിന്യ നിർമ്മാർജ്ജനം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് കൊച്ചിയുടെ മാത്രം പ്രശ്നമെന്നാണ്. പക്ഷേ ട്രാവലിംഗ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് കൊച്ചിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് വളരെ വളരെ അത്യാവശ്യമായിരിക്കണം. കാരണം എവിടെ ചെന്നാലും ഉണ്ട് പാക്കറ്റിൽ കിട്ടിയ മാലിന്യങ്ങൾ. റോഡിൻ്റെ സൈഡിലാണെങ്കിലും ആളൊഴിഞ്ഞ പറമ്പുകളിലാണെങ്കിലും എവിടെയൊക്കെ ഫ്രീ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനത്തെ പാക്കറ്റുകൾ കാണാം. ആ സംസ്കാരം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ എനിക്ക് മാത്രമല്ല തോന്നിയിരിക്കുന്നത് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും തോന്നുന്നുണ്ട്. ചിലർക്ക് തോന്നുമ്പോൾ അവർ ആ തോന്നലിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തവണ സന്ധ്യ സ്പീക്കിങ്ങിൻ്റെ നന്മയുടെ നാട്ടുവെളിച്ചം ആ സെഗ്മെൻറ്റിൽ ഇതിന് മുമ്പൊരെണ്ണം കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ വേറൊരു വ്യക്തിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. 2007 ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്, ഈ കൊച്ചി നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയൊരു ക്രൈസിസ് നേരിട്ടു. കാരണം അതിന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ കൊണ്ട് ഡംപ് ചെയ്തിരുന്നത് മാലിന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി നഗരനിവാസികൾക്ക് ഇത് വലിയൊരു പ്രോബ്ലമായിട്ട് വന്നില്ലായിരുന്നു. പക്ഷേ 2007 ഈ പ്രാന്തപ്രദേശത്തിലെ ആളുകൾ ഇത് ശാസ്ത്രീയമായിട്ട് ഇവിടെ തന്നെ സംസ്കരിക്കണം, ഈ പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ടിടാൻ പാടില്ല എന്നാൽ വളരെയധികം പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ഹൈക്കോടതി ഇടപെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാലിന്യ നീക്കം തന്നെ സ്തംഭിച്ചു. കൊച്ചി നഗരസഭ നഗരം മുഴുവനും മാലിന്യം കൊണ്ട് കുമിഞ്ഞങ്ങ് കൂടി. ആ സമയത്ത് ഒരുവിധം എല്ലാ ബിസിനസ്സുകൾ പോലും ഡള്ളായിപ്പോയി. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥ, ഒരു ഭീകരാവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിലാണ് ബിൽഡേഴ്സ് ഫോറം, അതായത് ഇന്നത്തെ ക്രെഡായി, അവർ തീരുമാനിച്ചു. കാരണം അവരുടെ ബിസിനസ്സാണ് ഏറ്റവും അഫക്റ്റഡ് ആയിപ്പോയത്. ഫ്ലാറ്റിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു അവരുടെ പാർപ്പിട സമുച്ചയങ്ങളിൽ ഇതെല്ലാം ഉറവിടങ്ങളിൽ വെച്ച് സംസ്കരിക്കൂ, അല്ലെങ്കിൽ വേണ്ട അവരുടെ സമുച്ചയങ്ങളിൽ നിന്നുള്ള മാലിന്യ സംസ്കരണം അവരങ്ങ് ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർ ഒരു വ്യക്തിയാണ് സമീപിച്ചത്. അതിൻ്റെ ഒരു സൊല്യൂഷൻ, പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ഒരു വ്യക്തിയാണ് സമീപിച്ചത്. ആ വ്യക്തിയുടെ പേരാണ് ശ്രീ ജോസ് മൂഞ്ഞേലി. ഇനി ഇതാരാണെന്നും കൂടെ പറയണേ, എന്നാലേ ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതേപോലെയുള്ള ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വളരെ ആത്മാർത്ഥമായി ഇടപെടുകയും തൻ്റെ സ്ഥലത്തെ കൗൺസിലറുമായി യോജിച്ച് ആ സ്ഥലത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻകൈയെടുത്ത് ബയോബിൻ പരിപാടി വളരെയധികം സക്സസ്ഫുള്ളായി നടത്തിയ ഒരു വ്യക്തി, ഒരു പൊസിഷനും അല്ല, ഇതേപോലെ കൗൺസിലറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ ഡയറക്ടർ, അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇതുമല്ല, സാമൂഹിക പ്രതിബദ്ധത മാത്രം കൈമുതലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ. അപ്പോൾ അതിന് ആ ബയോബിൻ പരിപാടി നടത്താൻ അദ്ദേഹത്തിന് ഒരുപാട് ഹേർഡിൽസ് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ എന്നാലും അതെല്ലാം ഓവർകം ചെയ്ത് അദ്ദേഹം ആ പരിപാടി വളരെയധികം വിജയകരമായി നടപ്പാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രെഡായിയുടെ അല്ലെങ്കിൽ അന്നത്തെ ബിൽഡേഴ്സ് ഫോറത്തിൻ്റെ ആൾക്കാർ ഇദ്ദേഹത്തെ സമീപിച്ചത്. അങ്ങനെ ബിൽഡേഴ്സ് ഫോറത്തിൻ്റെ ആദ്യത്തെ ആ പ്രോജക്റ്റിൽ അദ്ദേഹം പങ്കാളിയാവും. അന്ന് ടെക്നിക്കൽ ഡയറക്ടറായിട്ട് അവരോട് സഹകരിക്കുകയും ചെയ്തു. പക്ഷേ ആ പരിപാടി അന്ന് ഉദ്ദേശിച്ചിരുന്ന ഏകദേശം 20-25ഓളം പാർപ്പിട സമുച്ചയങ്ങളിൽ തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്ന പദ്ധതി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിജയം കൈവരിച്ചു. ഇപ്പോൾ അവർ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത് ഏകദേശം 320-330 പാർപ്പിട സമുച്ചയങ്ങളിലാണ്. അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ പറഞ്ഞ ജോസ് മൂഞ്ഞേലി. അപ്പോൾ ഒരു വ്യക്തിയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് തെളിഞ്ഞു വന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൻ്റെ തന്നെ ചിത്രമാണ്. ഇപ്പോൾ ആദ്യം കൗൺസിലറുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ബയോബിൻ എന്ന് പറഞ്ഞൊരു പരിപാടി. അത് ഇതേപോലെ മാലിന്യ സംസ്കരണം തന്നെയാണ്. പക്ഷേ അതിനും ഒരുപാട് എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ള വലിയ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് ഇതേപോലെ ഉള്ള ഓപ്പോസിഷൻസ്, ഇങ്ങനെ വിരോധം, ഇതിനെതിരെ വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഏറ്റവും പ്രൈം കൺസേൺ എന്ന് പറഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജനമാണ്. അത് കുന്നുകൂടുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തുടക്കത്തിലെ തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ പരിപാടി കുറച്ച് പാർപ്പിട സമുച്ചയങ്ങളിൽ ആരംഭിക്കുമ്പോൾ തന്നെ അന്നും എതിർപ്പുകളായിരുന്നു. തുടക്കത്തിലും ഇതേപോലെ എതിർപ്പുകളായിരുന്നു. അതും വളരെ ബാലിശമായിട്ടുള്ള എതിർപ്പുകൾ. അതായത് 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. എല്ലാ വീടുകളിൽ നിന്ന്, ഈ പാർപ്പിട സമുച്ചയങ്ങളിലെ ഓരോ വീടുകളിൽ നിന്ന്, ഓരോ ഫ്ലാറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ തികച്ചും ബാലിശമായ ഈ ബക്കറ്റ് ആര് ക്ലീൻ ചെയ്യും എന്ന് തുടങ്ങിയ ബാലിശമായിട്ടുള്ള എതിർപ്പുകളാണ് അന്ന് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. ഇതൊക്കെ ശരിയാണോ? അപ്പോൾ അദ്ദേഹം തന്നെ അതിനെ വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മ ആ TV, ആടയാഭരണങ്ങൾ അല്ലെങ്കിൽ ആ 4 ചുമരിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടി വേറെ ഒന്നിനെ കുറിച്ചിട്ടും ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി
അതൊന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരു വീട്ടമ്മ. പിന്നെ പെണ്ണുങ്ങൾ മാത്രമൊന്നുമില്ല കുറ്റക്കാർ. അങ്ങനെ വീട്ടമ്മമാരെ ഒരു ചിലവിനുള്ള പൈസ മാത്രം കൊടുത്ത് അവർ സകല ഉത്തരവാദിത്വവും അവരുടെയാണെന്നുള്ള രീതിയിൽ കൈ കഴുകി പോകുന്ന ഇവിടുത്തെ ആണുങ്ങളും ഉത്തരവാദികളാണ്. ഇതേപോലത്തെ ബാലിശമായിട്ടുള്ള എതിർപ്പുകൾക്ക് ഇവരും ഉത്തരവാദികൾ തന്നെയാണ്. പക്ഷേ എന്താണെങ്കിലും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തും ഇത്തരത്തിലുള്ള എതിർപ്പുകളെ അദ്ദേഹത്തിന് മറികടക്കാൻ സാധിച്ചു. അത് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ്. ഇപ്പോൾ ആ മാലിന്യ നിർമ്മാർജ്ജനം ക്ലീൻ കേരള എന്ന ക്രെഡായുടെ പ്രോജക്റ്റ്, ക്ലീൻ കേരള എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ. അതിൽ ഒരുപാട് സ്ത്രീകളെ സഹകരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ തന്നെ ഉത്തമ മാതൃകയാണ്. പിന്നെ ഇവിടെയും നേരത്തെ നമ്മൾ ആ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രവർത്തനങ്ങളുടെ ഏകോപനം വളരെ സുഗമമായിട്ട് തന്നെ പോകുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ, അതായത് അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കേണ്ട മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനൊക്കെ കുറേ സ്ത്രീകളെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സൂപ്പർവൈസർമാർ, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, റെഗുലറായിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കാൻ MSW ഗ്രാജുവേറ്റ്സ്, അങ്ങനെ ആ പ്രവർത്തന ശൃംഖല വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സൂപ്പർവിഷനും, വളരെ എഫക്റ്റീവായിട്ടുള്ള സൂപ്പർവിഷനും ഉണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, അത് വളരെ എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുകയും എന്ന് മാത്രമല്ല എല്ലാ തലങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള കാതലായ മാറ്റങ്ങൾ വരുത്തുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ക്ലീൻ കേരള പ്രോജക്റ്റ്, ക്രെഡായുടെ ക്ലീൻ കേരള പ്രോജക്റ്റ് ശ്രീ ജോസ് മുനിയലിയുടെ നേതൃത്വത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകുന്നത്. അത് വളരെ നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാനൊരു സംശയം ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് കൊച്ചി നഗരത്തിലെ മുഴുവനും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് താങ്കൾക്ക് ഡിസൈൻ ചെയ്തുകൂടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, മാലിന്യങ്ങളിൽ പോലും അഴിമതി നിറഞ്ഞിരിക്കണമെന്നാണ്. അതായത് ഇതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ മേടിക്കുമ്പോഴും അതിന് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം, പിന്നെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന കോസ്റ്റിൻ്റെ ഒക്കെ ഇത്ര ടൺ മാലിന്യം എന്നുള്ളതിൻ്റെ കണക്ക് അത് വർദ്ധിപ്പിച്ച് കാണിക്കും. അതിൻ്റെ കോസ്റ്റും ഇത് ഒരിടത്തും മാച്ചിങ് ആവുന്നില്ല. അപ്പോൾ അത്രയും അഴിമതി കഥകൾ, ഞാൻ അതിനെക്കുറിച്ചിട്ട് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷേ അവിടെയും അഴിമതി തന്നെയാണ്. പിന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണമുണ്ട്, നമ്മളുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമതയില്ലായ്മയുമാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം ഇപ്പോഴും വലിയൊരു തലവേദനയായിട്ട് നിൽക്കുന്നത്, ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മളുടെ വൃത്തിബോധം, നമുക്ക് അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം വളരെ ഭംഗിയായിട്ട് നടക്കണം എന്ന് നമ്മളുടെ ഉള്ളിലൊരു ബോധമുണ്ടാവുകയും നമ്മൾ അതിനോട് സഹകരിക്കുകയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ഈ കാര്യം നടക്കുകയും ചെയ്യും. പിന്നെ ഈ പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഒരു നാട്ടു വെളിച്ചം പകർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം സ്വന്തം വീട്ടിൽ പോലും അതിൽ ടോയ്ലറ്റ് വേസ്റ്റ് പോലും ബയോഗ്യാസ് ആക്കി മാറ്റുന്ന വിദ്യ അദ്ദേഹം സ്വന്തം വീട്ടിൽ പ്രാവർത്തികമാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിചാരിച്ചാൽ നടക്കും, വേണമെങ്കിൽ നടക്കും. പക്ഷേ അതാണ് ആ ഇച്ഛാശക്തി, അതിൻ്റെ അഭാവം തന്നെയാണ് പല പ്രശ്നങ്ങളുടെയും. പല പ്രോജക്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ടാവാം, പല പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, പലതും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഇച്ഛാശക്തിയുടെ അഭാവം കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ശ്രീ ജോസ് മുനിയലിയെ പോലെയുള്ള വ്യക്തികളുടെ ഇതേപോലെയുള്ള നന്മയുടെ കൈത്തിരി വെട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതേപോലെ നന്മയുടെ പാഠങ്ങൾ പഠിച്ചെടുത്താൽ അത്രയും നന്നായിരുന്നു. അത് സമൂഹത്തിനെ എന്നും മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരണാശക്തിയായി മാറും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു.